ഇന്നക ലതസിലുർ റഹിം, അങ്ങ് കുടുംബബന്ധം ചേർത്തുന്നവരാണല്ലോ. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതുഈനുൽ മൽഹൂഫ, പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിക്കുകയായിരുന്നു നബിയേ. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്, നബിയേ അങ്ങയുടെ മനസ്സെങ്ങാനും ഒരു കടുത്ത മനസ്സായിരുന്നുവെങ്കിൽ, അങ്ങ് ജനങ്ങളോട് പരുഷമായി പെരുമാറുന്നവരായിരുന്നുവെങ്കിൽ, അങ്ങയുടെ സ്വഭാവം നന്നായില്ലായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, ഈ ജനങ്ങളെല്ലാം അങ്ങയിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു നബിയേ. പക്ഷേ അല്ലാഹു അങ്ങേക്ക് സവിശേഷമായ സ്വഭാവ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ നബിയെ അങ്ങ്. ആ ഹബീബായ നബി തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമാണ് മറ്റു എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീനുകളെയും ഹബീബ് ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. റളിയല്ലാഹു തആല അൻഹുന്ന അജ്മഈൻ. കൊച്ചു കൊച്ചു കുസൃതികള്, ഹബീബിന്റെ ഭാര്യമാർ ഓരോരുത്തരും നബി തങ്ങളുടെ സ്നേഹം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് മത്സരിക്കുന്നവരായിരുന്നു. ഓരോരുത്തർക്കും അവരുടെ കൂടെ താമസിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും എത്രയും തിരക്ക് പിടിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സമയം കൊടുത്തിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയും, ഹാദിഹി ഖിസ്മതി ഫീമാ അംലിക് ഫലാ തുആഖിദ്നി ഫീമാ ലാ അംലിക്. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ സഹധർമ്മിണിമാരോട് ഓരോരുത്തരോടും നീതിയോടെ ഞാൻ പെരുമാറുന്നുണ്ട്, ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് ഞാൻ നൽകുന്നുണ്ട് റബ്ബേ. പക്ഷേ എങ്ങാനും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നതിൽ ആരോടെങ്കിലും ഇഷ്ടക്കൂടുതലോ കുറവോ സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അല്ലാഹുവേ അല്ലാഹുവേ, നീ എന്നോടത് പൊറുക്കേണമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഭാര്യമാരിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വളരെ രുചിയുള്ള ഹബീബിന് ഇഷ്ടമുള്ള തേൻ കൊണ്ടൊരു വെള്ളം, ഒരു പാനീയം കൊടുക്കാറുണ്ടായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. മറ്റൊന്നിനുമല്ല, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഹബീബിന്റെ കൊച്ചു കൊച്ചു റൂമുകളിലേക്ക്, മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ താമസിക്കുന്ന കൊച്ചു റൂമുകളാണുള്ളത്, ആ റൂമുകളിലേക്ക് നബി തങ്ങൾ അസ്ർ മഗ്രിബിന്റെ ഇടയിൽ കയറി ഇറങ്ങാറുണ്ട്. ഹബീബിന് സമയമില്ലാത്തിടത്ത് നബി തങ്ങൾ ഏതൊരു മഹദിയുടെ വീട്ടിലാണോ ഉള്ളത് അങ്ങോട്ട് മറ്റു ഭാര്യമാർ വരാറുമുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ സാന്നിധ്യം ഒരൽപ്പം കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള ഒരു പാനീയം തേൻ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അന്നേരം നബി തങ്ങൾ ഒരൽപ്പം വർത്തമാനം പറഞ്ഞ് സൈനബ് ബീവിയുടെ അരികത്ത് ഒരൽപ്പം കൂടുതൽ ഇരിക്കാറുമുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും ഒരു പ്ലാൻ ചെയ്തു. ഇത് പറ്റില്ല, നമ്മൾ ഓരോരുത്തരുടെ അരികത്തേക്കും നബി തങ്ങൾ കയറി ഇറങ്ങുന്ന സമയത്തിൽ സൈനബിന്റെ അടുത്ത് നിന്ന് റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ കയ്യിൽ നിന്ന് കുടിക്കുന്ന ആ തേൻ വെള്ളം കുടിക്കാൻ വേണ്ടി നബി തങ്ങൾ ഒരൽപ്പം സമയ കൂടുതൽ എടുക്കുന്നുണ്ട്. അത് നിർത്തലാക്കാൻ നമുക്കൊരു അടവ് പ്രയോഗിക്കാം, നമുക്കൊരു തന്ത്രം മെനയാം. മെനയുന്നത് ആരെന്നറിയുമോ? ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട രണ്ട് കൂട്ടുകാരുടെ മക്കൾ. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷത്തു സിദ്ദീഖ ബിന്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. മറ്റേത് ആരാണ്? ഹഫ്സ ബീവി, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഹഫ്സ ബിൻതു ഉമർ. രണ്ടുപേരും വളരെ അടുപ്പത്തിലാണ്, വളരെ നല്ല കൂട്ടുകാരികളാണ്. രണ്ടുപേരും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ
റസൂൽ നമ്മുടെ അരികത്തേക്ക് വരികയാണെങ്കിൽ ഹബീബായ നബിയോട് നമുക്ക് പറയണം, നബി തങ്ങളോട് പറയണം, നബിയേ നിങ്ങളുടെ വായയിൽ നിന്ന് എന്തോ സുഖമില്ലാത്ത അസുഖകരമായ ഒരു വാസന വരുന്നുണ്ടല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാമെന്ന് ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് വരുന്ന സമയം, നബിയേ നജിദു മിൻക റായിഹത്തൽ മഗാഫീർ, മഗാഫീറിന്റെ ഒരു വാസന അങ്ങയുടെ വായയിലുണ്ടല്ലോ. മഗാഫീർ എന്നത് മരുഭൂമിയിലെ മുൾച്ചെടിയിൽ നിന്നെടുക്കുന്ന ഒരു വസ്തുവാണ്. അത് പാനീയത്തിൽ ചേർക്കാറുണ്ട്, നല്ല രുചിയുള്ള വെള്ളമാണത്. എന്നാൽ ആ മഗാഫീർ കുടിച്ചു കഴിഞ്ഞാൽ വായയ്ക്ക് ഒരു നാറ്റം വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ വായയ്ക്ക് ഒരു നാറ്റവുമില്ല. അത് അത്വയബുൽ അഫ്വാഹ്, വായകളായ വായകളിൽ വെച്ച് ഏറ്റവും ശുദ്ധിയുള്ളതാണത്. നബിയെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും എത്ര സുഗന്ധമാണ്, അങ്ങ് മരിച്ചു കിടക്കുമ്പോഴും എന്തൊരു സുഗന്ധമാണെന്ന് ഹബീബിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബ് വഫാത്തായി കിടക്കുമ്പോ ആ ഹബീബിനോടാണ്, ഹബീബായ തങ്ങളോട് മറ്റൊന്നുമല്ല, സൈനബ് റളിയല്ലാഹു അൻഹ എന്ന ഹബീബിന്റെ ഭാര്യയുടെ അരികത്ത് മുത്തുനബി തങ്ങൾ ഒരൽപ്പം സമയ കൂടുതൽ ചെലവഴിക്കുന്നത് പാടില്ലെന്ന് പറയാൻ, അത് നിർത്തിവെക്കാൻ ഹഫ്സ ബീവിയും ആയിഷ ബീവിയും മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു, ഒരു കുസൃതിയായിരുന്നു അത്. എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ് ഹബീബായ നബി തങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയണം, നബിയെ മഗാഫീറിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അങ്ങയിൽ നിന്ന് എന്ന് പറഞ്ഞേക്കുക. അങ്ങനെ ഓരോരുത്തരും പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനാണെങ്കിൽ വായനാറ്റം ഹബീബിന് ഇഷ്ടമല്ല. നമ്മളൊക്കെ മനസ്സിലാക്കണം, നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനൂ ആദം. മനുഷ്യർക്ക് എന്തെല്ലാം ദുർഗന്ധമാണോ അത് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് ദുർഗന്ധമാണ്. വായ ബ്രഷ് ചെയ്യാതെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ പാടുള്ളതല്ല വായനാറ്റമുള്ളവരെ. ഉള്ളി പോലെയുള്ള, പ്രത്യേകിച്ച് വെളുത്തുള്ളി പോലെയുള്ള, ഗാർലിക് പോലെയുള്ളത്, നാറ്റമുള്ള വസ്തുക്കൾ എന്തോ ആകട്ടെ, അത് കഴിക്കുന്ന ആളുകൾക്ക് വായ വൃത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ ഫലാ യഖറബ് സ്വലാതനാ, നമ്മുടെ കൂടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, അരികത്തിരിക്കുന്ന ആളുകൾക്ക് വായനാറ്റം വരുമ്പോ നിസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനം ചെയ്ത അമൽ എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ ചെയ്ത കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അസ്സിവാക്ക്, മിസ്വാക്ക് ചെയ്യലായിരുന്നു, ബ്രഷ് ചെയ്യലായിരുന്നു. ഓർമ്മയുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഹബീബായ നബി തങ്ങൾ തലവെച്ച് കിടക്കുകയാണ്. ഹബീബ് ഇന്ന് ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന പരിശുദ്ധമായ പച്ചക്കുപ്പയുടെ താഴെ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. ഹുജ്റത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ബീവി പറയുമായിരുന്നു മറ്റു ഭാര്യമാരോടെല്ലാം, ഹബീബിന്റെ ഭാര്യമാരോട്, സഹധർമ്മിണികളോട് ബീവി പറയും, പെണ്ണുങ്ങളെ, എനിക്ക് അല്ലാഹു നൽകിയ സൗഭാഗ്യം നിങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മാത റസൂലുള്ളാഹി ഫീ ഹിജ്രി വബൈന നഹരി വസഹരി. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറയുന്നത് എന്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ്. വഫീ ലൈലതി വയൗമി, എന്റെ ദിവസമായിരുന്നു അത്. വഫീ ബൈതി, എന്റെ വീട്ടിൽ കിടന്നാണ് ഹബീബ് വഫാത്താകുന്നത്. അത് മാത്രമോ, ഈ ലോകത്ത് നിന്ന് ഹബീബിന്റെ വായയിലേക്ക് അവസാനമായി ചേരുന്നത് എന്റെ ഉമിനീരാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. അതെങ്ങനെയായിരുന്നു എന്നറിയുമോ? ഹബീബായ നബി ലോകത്തോട് വിട പറയുകയാണ്. റബീഉൽ അവ്വൽ 12 ആ പ്രഭാത ദിവസം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ സിദ്ദീഖ് എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ മഹാനായ സ്വഹാബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പെങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ
റസൂലാണ്, തന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ റൂമിലേക്ക് കയറി വന്നപ്പോ കയ്യിൽ ഒരു അറാഖുണ്ടായിരുന്നു. അറാഖ് ഒരു മരകഷ്ണം, പല്ല് തേക്കുന്ന അറാഖ്, നമ്മളൊക്കെ അറിയുന്നത്. ആ അറാഖ് കൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു വായ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അത് ശ്രദ്ധിച്ചു. ഹബീബായ നബി തങ്ങൾ സംസാരം വളരെ കുറഞ്ഞ ഒരു സമയമായിരുന്നു അത്. നബി തങ്ങൾക്ക് മിസ്വാക്ക് ഇഷ്ടമാണെന്നറിയാം. ബീവി തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത്. ഹബീബ് പറയുമായിരുന്നു, ലൗലാ അന്ന ശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാ. എന്റെ ഉമ്മത്തികൾക്ക് പ്രയാസമാവും എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നിങ്ങൾ നിർബന്ധമായും ബ്രഷ് ചെയ്യണം എന്ന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. പക്ഷേ അതവർക്ക് പ്രയാസമാവില്ലേ? ചിലപ്പോൾ അങ്ങാടികളായ, ചിലപ്പോൾ യാത്രയിലായിരിക്കും, ചിലപ്പോൾ മാർക്കറ്റിലായിരിക്കും. ബ്രഷ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ്. എന്റെ ഉമ്മത്തികൾക്ക് പ്രയാസമാവില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാര നിൽക്കുമ്പോൾ ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ എന്ന് ഞാൻ അവരോട് നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നുവെന്ന് ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വൃത്തിയുടെ ആളുകളാണല്ലോ. അത്വഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് മനസ്സിലാക്കുന്നവരും ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്കത് വല്ലാത്ത ഇഷ്ടമായിരുന്നു മിസ്വാക്ക് ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ബീവി ചോദിച്ചു, നബിയേ, ആ മിസ്വാക്ക് അങ്ങേക്ക് വേണോ നബിയേ? അതാണോ അങ്ങ് നോക്കുന്നത്? അതേ എന്ന് നബി തങ്ങൾ തലയാട്ടി കൊടുത്തു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആങ്ങളയിൽ നിന്ന്, സഹോദരനിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങി. നോക്കുമ്പോൾ അറാഖിന്റെ ഒരു പുതിയ കഷ്ണമാണത്. അത് ഒരൽപ്പം സോഫ്റ്റ് ആക്കിയിട്ട് നബിയുടെ വായിലേക്ക് ബ്രഷ് ചെയ്തു കൊടുക്കണം. ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ മനോഹരമായ ആ മഹദിയുടെ വായയിൽ വെച്ചുകൊണ്ട് ഉമിനീര് ചേർത്ത് വെച്ചുകൊണ്ട് ചവച്ച് ചതച്ച് 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 സോഫ്റ്റ് ആക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വായിലേക്ക് ശരിക്കും ബ്രഷ് ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ബീവി പറയുന്നത്, മുത്തനബി തങ്ങൾ അതിനുശേഷം ഒരു വെള്ളം കുടിച്ചിട്ടില്ല, ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ലോകത്ത് നിന്ന് ഹബീബിന്റെ വായിലേക്ക് അവസാനം ചേർന്നത് എന്റെ ഉമിനീരായിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനെ കാണാൻ പോകുമ്പോൾ ഏറ്റവും നല്ല വൃത്തി വേണം. മരണപ്പെടുന്ന സമയത്ത് നല്ല ശുദ്ധിയിലും വുളൂഇലും ത്വഹാറത്തിലുമായി ഈ ലോകത്തോട് വിട പറയാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്, യാ റസൂലല്ലാഹ്, ഇന്നാ നജിദു മിൻക റീഹൽ മഗാഫീർ. നബിയേ, അങ്ങയുടെ വായിൽ നിന്ന് മഗാഫീറിന്റെ ഗന്ധം വരുന്നുണ്ട് എന്ന് തമാശ രൂപേണ ഹബീബിന്റെ ഭാര്യമാർ പറയുമ്പോൾ നബി തങ്ങൾക്കത് വളരെ വിഷമമായി. അല്ലാഹുവേ, എന്റെ വായക്ക് നാറ്റമുണ്ടോ? നബി തങ്ങൾ എത്രയും സുഗന്ധമുള്ളവരായിരുന്നുവല്ലോ. ശരീരം സുഗന്ധമായിരുന്നു, ഹബീബിന്റെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൗലാ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത സുഹാബിയാണത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ലില്ലാഹി ദർറുക യാ അനസ്. അനസ് ഇബ്നു മാലികേ, നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം എത്ര വലുതാണ് എന്ന് താബിഈങ്ങൾ ആ മഹാനെ കാണുമ്പോൾ പറയുമായിരുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വിയർപ്പിനെക്കാളും സുഗന്ധമുള്ള ഒരു സുഗന്ധം ഞാൻ എൻ്റെ മൂക്കുകൊണ്ട് ആസ്വദിച്ചിട്ടില്ല എന്ന്. അവിടുന്ന് ഒരു വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ആ വഴിയിൽ
മറ്റാരെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഹബീബായ നബി തങ്ങൾ ആ വഴിയിലൂടെ കടന്നുപോയി എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെന്നറിയുമോ? മിൻ ത്വീബി റായിഹത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഗന്ധം കൊണ്ട്. അങ്ങനത്തെ ഹബീബിനോട് കുസൃതി കാണിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും സൗദ ബീവിയും ഹഫ്സ ബീവിയും ചേർന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, സൈനബിന്റെ വീട്ടിൽ നിന്ന് കുടിക്കുന്ന ആ വെള്ളം മഗാഫിറിന്റെ വെള്ളമാണോ? അതിന് ഒരു ദുർഗന്ധമുണ്ടല്ലോ നബിയേ. ഇത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലൻ അശ്റബ അസലൻ ഇൻദ സൈനബ് ബഅദ ദാലിക്, ഇനി ഇവിടുന്ന് ഞാൻ സൈനബിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ശപഥം ചെയ്തു പറഞ്ഞു. ഇനി ഞാൻ തേൻ കുടിക്കുകയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ ആയത്തിറക്കുകയാണ്, നബിയേ, അങ്ങേക്ക് അല്ലാഹു ഹലാലാക്കിയ തേൻ അങ്ങെന്തിനാണ് വേണ്ടെന്ന് പറഞ്ഞ് ഹറാമാക്കുന്നത്? സൂറത്തു തഹ്രീമിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, ഓ നബിയായവരെ. അല്ലാഹു ഒരിടത്തും യാ മുഹമ്മദു എന്ന് വിളിച്ചില്ല. എല്ലാ നബിമാരെയും വിളിച്ചു. യാ നൂഹ്, നൂഹ് നബിയെ. യാ ഇബ്രാഹീമു, യാ ലൂത്ത്, യാ ശുഐബ്, യാ മൂസ, യാ ഈസ. എല്ലാ നബിമാരെയും അല്ലാഹു പേരെടുത്ത് വിളിച്ചു. ഹബീബിനെ വിളിച്ചത് മുഴുവൻ യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يا أيها النبي, അല്ലയോ നബിയായവരെ, അല്ലാഹുവിന്റെ ദൂതരെ, ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നത് നബിയെ അങ്ങെന്തിനാണ് ഹറാമാക്കുന്നത്? അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചത് എന്തിനാ നബിയെ വേണ്ട എന്ന് പറയുന്നത്? അസൽ, തേൻ ഹലാലാണ്, അല്ലാഹു അനുവദിച്ച ഭക്ഷണമാണ്. ആ ഭക്ഷണം ഞാൻ ഇനി സൈനബിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുകയില്ലെന്ന് എന്തിനാ നബിയെ അങ്ങ് പറയുന്നത്? തബ്തഗി മർളാത അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരുടെ സന്തോഷം കിട്ടാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഹലാലാക്കിയത്. എന്തിനാ നബിയെ അങ്ങ് ഹറാമാക്കുന്നത്? ഈ സൂറയുടെ പേര് തന്നെ അത്തഹരീം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹലാലിനെ ഹറാമാക്കുക എന്നർത്ഥമാണ് ആ വാക്കിന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർക്ക് പിണക്കമായോ, അവർക്ക് വിഷമമായോ, അവരുടെ അരികത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ദുർഗന്ധമാണോ, എന്റെ വായക്ക് നാറ്റമുണ്ടോ, അങ്ങനെ നാറ്റമുള്ളത് ഇനി ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹലാലിനെ നബി തങ്ങൾ ഹറാമാക്കുകയായിരുന്നു. ഹറാമാക്കി എന്നല്ല, ആ പാനീയം ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു. അല്ലാഹു നബി തങ്ങളെ തിരുത്തുകയാണ്. എന്തിനാ നബി അങ്ങനെ ചെയ്യേണ്ട കാര്യം? തബ്തഗി മർളാത അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരുടെ തൃപ്തിയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നെനിക്കറിയാം. എന്നാലും നബിയെ, സൈനബ് ബീവി നൽകുന്ന വെള്ളത്തിന് ദുർഗന്ധമില്ലെന്നറിയാം. അത് നല്ല വെള്ളമാണ്, പാനീയമാണ്, തേൻ വെള്ളമാണല്ലോ. അത് അല്ലാഹു അനുവദിച്ചത്. എന്തിനാണ് റസൂലേ അങ്ങത് വേണ്ടെന്ന് പറയുന്നത്? വല്ലാഹു ഗഫൂറുർ റഹീം,
ഹലീം. അല്ലാഹു എല്ലാം മാപ്പാക്കി തരുന്നവനും കാരുണ്യവാനുമാണ്. ഖദ് ഫറദല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും. നിങ്ങൾ സത്യം ചെയ്ത് ശപഥം ചെയ്താൽ ആ ശപഥത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയും. വല്ലാഹു മൗലാക്കും. അല്ലാഹു നിങ്ങളുടെ ഉടമയാണ്. വഹുവൽ അലീമുൽ ഹകീം. അവനെല്ലാം അറിയുന്നവനാണ്. അല്ലാഹു ഹകീമാണ്. وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഹബീബായ നബി തങ്ങൾക്ക് സമ്മാനമായി ലഭിച്ച ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ ഇബ്രാഹിം എന്ന കുഞ്ഞിന്റെ ഉമ്മയാണത്. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹാ. ഹബീബിന്റെ ഭാര്യമാരോടുകൂടെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു എന്താണോ അനുവദിച്ചത് അത് മാരിയ ബീവിയിൽ നിന്ന് നബി തങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലും ഹബീബിനോട് ഒരൽപ്പം കുശുമ്പുണ്ടായിരുന്ന ഹബീബിന്റെ ഭാര്യമാർ ഹബീബിനോട് പറയുമായിരുന്നു, നബിയെ, മാരിയ ബീവിയെ എന്തിനാണ് നബിയെ അങ്ങ് സമീപിക്കുന്നത്? ഞങ്ങളല്ലയോ അങ്ങയുടെ നിക്കാഹ് ചെയ്ത ഭാര്യമാർ? അവർ ഈജിപ്തുകാരിയാണ്. മാരിയ ബീവിയിൽ നിന്ന് ഹബീബിനുണ്ടായ കുഞ്ഞാണ് ഇബ്രാഹിം എന്ന് നബി തങ്ങൾ പേര് വെച്ച കുഞ്ഞ് പാല് കുടിക്കുന്ന പ്രായത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ടപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകാം സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മരണവും ജനനവും സങ്കടവും സന്തോഷവും. ഈ ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ടപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, യാ ഇബ്രാഹീമു ഇന്നാ ലിമൗതിക യാ ഇബ്രാഹീമു ലമഹസൂനൂൻ. മോനെ ഇബ്രാഹിമേ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട് മോനെ എന്ന് ആ കുഞ്ഞിനെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു നബി തങ്ങൾ. ആ കുഞ്ഞിന്റെ ഉമ്മയായ അടിമ സ്ത്രീയായിരുന്ന ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു അനുവദിച്ച മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന ബീവിയുടെ കൂടെ ഹബീബായ നബി തങ്ങളുടെ സഹവാസം ഇഷ്ടപ്പെടാതിരുന്ന ഹബീബിനോട് അങ്ങേയധികം ഇഷ്ടവും ആ സ്നേഹം ഞങ്ങൾക്ക് മാത്രം വേണമെന്ന് സ്വകാര്യമായി ഞങ്ങൾക്ക് വേണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയായിരുന്നു. അവര് ഹബീബായ നബി തങ്ങളോട് മാരിയ ബീവിയെ മാറ്റി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഞാനിനി മാരിയ ബീവിയെ സമീപിക്കുകയില്ലെന്ന് ഹബീബായ നബി തങ്ങൾ ശപഥം ചെയ്തതിൽ പിന്നെയാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്നും മുഫസ്സിരീങ്ങൾ പറയാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വഇദാ സർറൻ നബിയു ഇലാ ബഅദി അസ്വാജി, ഹബീബായ നബിയുടെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷേ അധികമൊന്നും ചർച്ച നടക്കപ്പെടാത്ത ചില സംഭവങ്ങളാണ് ഇതൊക്കെ. വഇദാ സർറൻ നബിയു ഇലാ ബഅദി അസ്വാജി, ഹബീബിന്റെ ഭാര്യമാരിൽ ചില ആളുകളോട് ഹബീബായ നബി തങ്ങൾ സ്വകാര്യം പറയുന്നു. ഹദീസാ فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض. ഹബീബായ നബി തങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ അറിയാതെ ഹബീബായ നബി തങ്ങളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ചെയ്ത ഇതുപോലെയുള്ള കുസൃതികളെ ഹബീബായ നബി തങ്ങൾ വല്ലാത്ത സന്തോഷത്തോടുകൂടെയായിരുന്നു സ്വീകരിച്ചത്. എന്തിനാണെന്നറിയുമോ? തങ്ങളുടെ ഭാര്യ ഹബീബിന്റെ ഭാര്യമാർ, അത് ആയിഷ ബീവി ആവട്ടെ ഹഫ്സ ബീവി ആവട്ടെ, അവർക്ക് എന്റെ ദുർഗന്ധം ഇഷ്ടമാവില്ലയോ? എന്നാൽ പിന്നെ ഞാനത് കുടിക്കില്ല. നമ്മൾ ആലോചിക്കണം, വിവാഹം കഴിഞ്ഞതിന് ശേഷവും അതിന്റെ മുമ്പുമൊക്കെ മദ്യപാനം ശീലമാക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് വേണ്ടി പറയുകയാണ്, മയക്കുമരുന്നിനടിമകളായിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ദുർഗന്ധമാണ് എന്ന് അവര് പറഞ്ഞപ്പോഴേക്കും ദുർഗന്ധമല്ലാതിരുന്ന ഒരു വിഷയം ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് ശപഥം ചെയ്ത ഹബീബിന്റെ ഈ സംഭവത്തിൽ നമുക്ക് മാതൃകയില്ലേ?
കല്യാണം കഴിഞ്ഞതിൽ പിന്നെയാണ് അറിയുന്നത് ആള് കുടിയനാണെന്ന്, മുഴുകുടിയനാണെന്ന്. അത്തരം സംഭവങ്ങൾ നടക്കുമ്പോ ഇനിയെങ്കിലും ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവനവന്റെ സ്വന്തം കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടിയെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട ആളുകൾ സ്വന്തം ഭാര്യമാരും കുടുംബവും സ്വന്തം ബന്ധുക്കളുമൊക്കെ മനസ്സുകൊണ്ട് വെറുക്കുകയും ഹൃദയത്തിന്റെ ഉള്ളിലെങ്കിലും വളരെ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എത്രയോ അവസ്ഥകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മദ്യപാനം വഴി ഉണ്ടാകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ദുർഗന്ധമുള്ള ഒരു പാനീയം പോലും വേണ്ടെന്ന് വെച്ചെങ്കിൽ ഹറാമായ പാനീയം നമ്മൾ എത്ര പെട്ടെന്ന് ഒഴിവാക്കേണ്ടവരാണ് സത്യവിശ്വാസികളെ. എത്ര പെട്ടെന്ന് നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ അറിയണം, കേവലം ഒരു വെള്ളം കുടിക്കുന്ന പോലെയല്ല മദ്യപാനം. സാന്ദർഭികമായി പറയുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഭക്ഷണം ഹലാലാണോ എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ആരുടെയെങ്കിലും വീടുകളിൽ കയറി ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോ അറിയുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്ത്. ഒരാൾ ഒരു ചായ വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പോ അയാൾക്ക് എന്താണ് ജോലി? പലിശ ഏർപ്പാടാണോ? ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണോ? വഞ്ചനയാണോ? എവിടെ നിന്നുണ്ടാക്കുന്ന കാശാണ്? അയാളുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് വെള്ളം കുടിക്കൽ ഹലാലാകുമോ? അയാളുടെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതോ എന്ന് അന്വേഷിച്ചതിന്റെ ശേഷമേ ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ശർഅന്റെ നിയമമെങ്കിൽ എത്ര വിവാഹങ്ങൾക്ക് നമുക്ക് ഇനി പങ്കെടുക്കാൻ കഴിയും? എത്ര സദ്യകൾ നമുക്ക് പോയി കഴിക്കാൻ പറ്റും? എത്രയാളുടെ സൽക്കാരങ്ങൾ നമുക്ക് നിരസിക്കേണ്ടി വരും? ഹബീബായ നബി തങ്ങൾ ഹലാലായിരുന്ന ഒരു വിഷയം ദുർഗന്ധമുണ്ട് എന്നതിന് വേണ്ടി തന്നെ ഹബീബായ നബി തങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്നിരിക്കെ ഹറാമായ പാനീയങ്ങൾ എന്തായാലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ് മുഅ്മിനേ. ഇനിയൊരവസരം അള്ളാഹു നമുക്ക് തന്നില്ലെന്ന് വരും. ഇനി ഒരു നാളെ നമ്മൾ ജീവനോടെ ബാക്കിയില്ലെങ്കിലോ കുടിച്ചതും കഴിച്ചതും മയക്കുമരുന്ന് ഉപയോഗിച്ചതും അല്ലാഹുവേ മാപ്പ് തരണേ, പുറത്തു തരണേ എന്ന് റബ്ബിനോട് മാപ്പിരക്കുകയും ഇന്നത്തെ ഈ നിമിഷം മുതൽ, ഈ സമയം മുതൽ, ഈ സമയം സെക്കൻഡ് മുതൽ അല്ലാഹുവേ എന്റെ വായിലേക്ക് ഞാൻ ഒരു ഹറാമിന്റെ ഭക്ഷണമോ ഒരു ഹറാമിന്റെ പാനീയമോ ഇനി ഞാൻ കൊടുക്കുകയില്ല എന്ന് അല്ലാഹുവിനെ മുൻനിർത്തി ശപഥം ചെയ്തേക്കുക. ഇനിയൊരു അവസരം അല്ലാഹു തന്നില്ലെന്ന് വരും. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു മാംസവും ഏതൊരു ശരീരവും ഹറാമിൽ നിന്നാണ് പോഷണം സിദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ വായിലൂടെ കടന്നു പോകുന്ന ഭക്ഷണം പാനീയം നമ്മൾ സിറിഞ്ചിലൂടെ സ്മോക്കിംഗ് ആയിട്ടോ ഡസ്റ്റ് ആയിട്ടോ പൗഡർ ആയിട്ടോ ലിക്വിഡ് ആയിട്ടോ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകള് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും മാംസങ്ങൾക്കിടയിലേക്ക് രക്തധമനികളിലൂടെ അതിന്റെ അംശങ്ങൾ സഞ്ചരിക്കുകയും ചെയ്താൽ അതിന്റെ പേരാണ് ഹറാമിൽ നിന്ന് പോഷണം കിട്ടിയ മാംസം എന്നത്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ. ഏതെങ്കിലും ഒരു മാംസം ഹറാമിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ശരീരം സ്വർഗത്തിലേക്കല്ല പോകേണ്ടത്, ഫന്നാറു ഔലാ ബിഹി. ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് എത്രയാണ് ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നമ്മുടെ യുവജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവര്, ഹോസ്റ്റലുകളിൽ പഠിക്കുന്നവരെ, അള്ളാഹുവേ ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ സഹോദരിമാരെ, ഞങ്ങളെല്ലാവരെയും അള്ളാഹുവേ നീ നിന്റെ സജ്ജനങ്ങളുടെ സ്വഭാവത്തിലാക്കി തരണേ റബ്ബേ. തിന്മകളിൽ നിന്ന് അകറ്റി തരണേ തമ്പുരാനെ. നമ്മുടെ കുടുംബങ്ങളിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഹറാമിന്റെ കടന്നുകയറ്റം കൊണ്ട് നമ്മുടെ എത്രയോ മഹതിമാർ, എത്രയോ പെൺകുട്ടികൾ, സാത്വികരായ ചാരിത്രശുദ്ധിയുള്ള നല്ല മക്കള് കള്ളുകുടിയന്മാരുടെ അരികത്ത് വന്ന് പെട്ടുപോകുന്നില്ലേ? ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഓർത്തെങ്കിലും നിന്റെ കുടുംബിനെ ഓർത്തുകൊണ്ടെങ്കിലും ഹറാമ് നിർത്തേണ്ടവരാണ്. ഹറാമ് നിർത്തിയേ പറ്റൂ. ഇനിയെങ്കിലും അവനവന്റെ വായിലൂടെ പോകുന്ന ആ കഴിഞ്ഞു പോകുന്ന ഭക്ഷണമോ വെള്ളമോ ഹലാലല്ലെങ്കിൽ ഈ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വെച്ചേക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ഇഷ്ടമാവില്ല എന്ന് കണ്ടപ്പോൾ
ആ പാനീയം വേണ്ടെന്ന് വെച്ചു റസൂലുള്ളാഹി തങ്ങൾ. അതിനെയാണ് ഖുർആൻ ആയത്തിറക്കുന്നത്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അല്ലാഹു ഹലാലാക്കിയത് എന്തിനാ നബിയെ അങ്ങ് ഹറാമാക്കുന്നത്? അത് അങ്ങേക്ക് ഹലാലാണല്ലോ എന്ന് അല്ലാഹു തിരുത്തി കൊടുക്കുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൽ സൂറത്തു തഹരീമിൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ. ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. നബി തങ്ങളുടെ രണ്ട് ഭാര്യമാരോടാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവമുള്ള ആയത്തുകളിലൊന്ന്. നബിയുടെ ഭാര്യമാരോട് പറയുന്നു, പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാവുകയും നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. സൂറത്തു തഹരീമിലെ 4-ാമത്തെ ആയത്ത്, ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികതു ബഅദ ദാലിക ളഹീർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ആരെ പറ്റിയാണ് ഖുർആനി പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. ഇൻ തതൂബാ, പെണ്ണുങ്ങളെ നിങ്ങൾ രണ്ടുപേരും അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും. ആരാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ സംഭവിച്ചു പോയ ആ തെറ്റുകളെ തിരുത്തുകയും അതിനെ കഴുകിക്കളയുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. വഇൻ തളാഹറാ അലൈഹി, എന്റെ റസൂലിനെ വശംവദരാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനയുകയാണെങ്കിൽ അത് നബി തങ്ങൾ അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ഫഇന്നല്ലാഹ ഹുവ മൗലാ, ഹബീബിന്റെ മൗല അല്ലാഹുവാണ്, ഹബീബിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. മൗലാഹു, ഈ മൗല എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഉടമസ്ഥൻ, ഒന്ന് നേതാവ്, ഒന്ന് ഖാദിം, ഒന്ന് ശൈഖ്, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളിൽ വരുന്നൊരു വാക്കാണത്. ഇവിടെ ഹബീബായ നബി തങ്ങളുടെ മൗലയാണ് അല്ലാഹു. പിന്നെ വജിബ്രീൽ, ജിബ്രീലും വസാലിഹുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകളും ഹബീബിന്റെ കൂടെയാണ്. വൽമലായികതു ബഅദ ദാലിക ളഹീർ, അല്ലാഹുവിന്റെ എല്ലാ മാലാഖമാരും ഹബീബിന് സഹായികളായിട്ട് വരും. നിങ്ങളാരും നബി തങ്ങൾ ഇത് അറിയില്ലെന്ന് വിചാരിച്ച് ഹബീബായ നബി തങ്ങളെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട്, എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഹബീബിനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. അല്ലാഹുവും അവന്റെ മലക്കുകളും ജിബ്രീലും മുഅ്മിനീങ്ങളും ഹബീബിന്റെ കൂടെയുണ്ട് എന്ന ആയത്തിൽ ആരായിരുന്നു ഈ രണ്ട് പെണ്ണുങ്ങൾ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴെല്ലാം ചോദിക്കണമെന്ന് ആഗ്രഹിക്കും, അമീറുൽ മുഅ്മിനീനെ, ആരാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? നിങ്ങൾക്കറിയുമല്ലോ ആരായി ഈ രണ്ട് പെണ്ണുങ്ങൾ? അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്ന കാലം, ഉമർ തങ്ങൾ അവസാനത്തെ ഹജ്ജ് ചെയ്ത സമയം, ഇത് വല്ലാത്ത അനുഭവമുള്ള ഹജ്ജാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അത്ഭുതകരമായ ദുആ നടന്ന ഹജ്ജായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹു ജംറകൾ കിറയുന്ന സ്ഥലത്ത് ജംറകളുടെ അടുത്ത് വന്ന് മലർന്ന് കിടന്നുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഹാദാ ഉമർ, ഇത് ഉമറാണ് അല്ലാഹുവേ, റഖഅദുമി, എന്റെ എല്ലുകൾ ദുർബലമാണ്, വശാബ റഅസി, എന്റെ തല മുഴുവൻ നരച്ചുപോയി റബ്ബേ, വദനാ അജലി, എന്റെ മരണം അടുത്തു പോയിട്ടുണ്ട് റബ്ബേ. ഉമർ എന്നവർ വഫാത്താകുന്നതിന്റെ
വളരെ തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പാണിത്. ഇത് കഴിഞ്ഞ് 11 ദിവസം കഴിയുമ്പോൾ ഉമർ എന്നവർ ലോകത്തോട് വിട പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക വമൈതതൻ ഫീ ബലദി റസൂലിക. അത്ഭുതകരമായ ഒരു ദുആ ചെയ്തു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക, നിന്റെ മാർഗത്തിലായി വഫാത്താകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലാഹുവേ. വമൈതതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച് എനിക്ക് വഫാത്താകണം, മദീനയിൽ വെച്ച്. ഹഫ്സ ബീവി വന്ന് ചോദിച്ചു, എൻ്റെ ഉപ്പാ അമീറുൽ മുഅ്മിനീനെ, ഇതെന്ത് ദുആയാണ് നിങ്ങൾ ഈ ദുആ ഇറക്കുന്നത്? മദീനയിൽ വെച്ച് ഷഹീദാകണമെന്നോ? ഷഹീദാവണമെങ്കിൽ അലൈക ബിസ്സൂർ, രാജ്യത്തിന്റെ അതിർത്തികളിലേക്ക് പോകേണ്ടയോ? രാജ്യത്തിന്റെ ബോർഡറുകളിലേക്ക് പോകേണ്ടയോ? അവിടമല്ലേ യുദ്ധം നടക്കുന്നത്? അങ്ങേക്ക് മരിക്കണം, അള്ളാഹുവിന് വേണ്ടി മരിക്കണമെന്നും ഷഹീദാവണമെന്നും അത് മദീന എന്ന അള്ളാഹിന്റെ റസൂലിന്റെ ഹറമിൽ വെച്ചാവണമെന്നും ചോദിക്കുന്നത് രണ്ടും വൈരുദ്ധ്യമല്ലേ? നടക്കില്ലല്ലോ. മദീനയിൽ യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമല്ലേ? അവിടെ വെച്ച് ഷഹീദാവുകയോ? അതിന് ഉമർ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹക്കദാ സഅൽതുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനോട് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്, ഞാനത് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ മിഹ്റാബിൽ നിൽക്കുന്ന ഉമർ എന്നവരുടെ വയറ്റത്ത് വന്ന് കുത്തുകയായിരുന്നു ഒരു അവിശ്വാസിയായ മജൂസിയായ മനുഷ്യൻ. ആ മനുഷ്യന്റെ കൈകളാൽ ഷഹാദത്ത് വരിച്ച ഉമർ എന്നവരെ മദീനയുടെ ബോർഡറിലേക്ക് പോകേണ്ടി വന്നില്ല. വമീതതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് വഫാത്താകണം. പറഞ്ഞ പോലെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുത്ത് കിടക്കുന്ന മഹാനാണ്. ഹബീബിന്റെ റൗദയിൽ ഹുജ്റത്തു ശരീഫയിൽ ഹബീബിന്റെ കൂടെ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളോട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ചോദിച്ചു, അമീറുൽ മുഅ്മിനീനെ, ആരെ പറ്റിയാണ്? ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങളെ മലിനമാക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്ത് നന്നാവേണ്ടതുണ്ട് പെണ്ണുങ്ങളെ. നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞ ഹബീബിന്റെ ഭാര്യമാരിൽ ആരെ പറ്റിയാണ് അള്ളാഹു നിങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്കറിയുമല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹക ഇബ്നുൽ അബ്ബാസ്, ഇബ്നു അബ്ബാസേ, ഇബ്നു അബ്ബാസേ, നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? എന്നിട്ട് ഉമർ എന്നവർ പറഞ്ഞു കൊടുത്തു, ആയിഷത്തു വഹഫ്സ, അത് ഹഫ്സ ബീവിയും എൻ്റെ മകൾ ഹഫ്സയും സിദ്ദീഖിന്റെ മകൾ ആയിഷ ബീവിയുമാണ്. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ചെയ്ത ചില കൊച്ചു കൊച്ചു നുറുങ്ങുകളെ അല്ലാഹു തിരുത്തുകയായിരുന്നു, ഒരു വലിയ തെറ്റു ചെയ്തതിന്റെ പേരിലല്ലാതെ. എന്തിനെന്നറിയോ? സ്വന്തം ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി സഹോദരിമാരോട് സൂചിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ഒപ്പം എൻ്റെ സഹോദരന്മാരെ, കുടുംബജീവിതത്തിന്റെ ഒരു ഇമ്പവും സന്തോഷവും സ്നേഹം കൈമാറുമ്പോഴാണ്, പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്. ആ സ്നേഹം റോഡുകളിലും ക്യാമ്പസുകളിലും കൊടുത്തു പോരേണ്ടതല്ല, അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യേണ്ടതല്ല, അത് അവനവന്റെ ഭാര്യയോട്, അവനവന്റെ ഭർത്താവിനോട്. ആ സ്നേഹം മുത്തുനബി തങ്ങൾ വളരെ ഇഷ്ടപ്പെടുകയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞതാണ്, ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടുകാരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി സ്വന്തം കുടുംബത്തോട് പെരുമാറുന്ന ആളാണ് ഞാനെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ടായ പ്രേമബന്ധം അത് കുത്തിപ്പൊക്കല്ലേ മോളെ. വാട്സപ്പ് ഗ്രൂപ്പുകളെ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പുകളെ, കോളേജിലെ അലുമിനി ഗ്രൂപ്പുകളെ, അല്ലാത്തത് ഇങ്ങനെയൊക്കെ പലവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ കടന്നു വന്നതിൽ പിന്നെ ഉണ്ടായ വലിയൊരു ദുരന്തം, എത്രയോ മരിച്ചുപോയിരുന്ന പ്രേമങ്ങളൊക്കെ പുനർജനിച്ചു എന്നതാണ്. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണിനോട് കല്യാണം കഴിച്ചവനെ പണ്ട് നമ്മൾ പ്രേമത്തിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ചെയ്യുന്ന ഹറാമിന്റെ കമ്മ്യൂണിക്കേഷനുകൾ
അറിയണമേ, അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹു അത് വെച്ചു ഉറപ്പിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി ഞങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് തന്റെ ശരീരത്തെ സൂക്ഷിക്കുകയും തന്റെ അഭിമാനം സംരക്ഷിക്കുകയും ഭർത്താവിന്റെ സമ്പത്തിന് സുരക്ഷ നൽകുകയും മക്കളെ സുരക്ഷിതമായി വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണ് ചെയ്യുന്ന ത്യാഗം പട്ടാളക്കാർ ഒരു രാജ്യത്തിന്റെ ബോർഡർ കാക്കുന്ന അവരുടെ ത്യാഗം പോലെയാണ്, റിബാത്ത് പോലെയാണ്. അത്രയും ശ്രേഷ്ഠമായൊരു കർമ്മമാണ് അവനവന് സംരക്ഷണം നൽകുന്ന സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നത്.